വീണ്ടും ഹൈദരാബാദിൽ പോയപ്പോഴും അതേപോലെ തന്നെ ഒരു പള്ളിയിലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ ഞങ്ങൾക്ക് കൂടെ കെട്ടി, അവിടെ ഒരു വൈദികനെ കൂടെ കെട്ടി. പ്രാർത്ഥനയുടെ ബലം മാത്രമാണ് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ മദ്രാസിലും ചെന്നൈ പോയപ്പോഴും അത് തന്നെ. അപ്പോൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ശരിക്കും അത് തിരിച്ചറിഞ്ഞ ഒരു കുടുംബമാണ്. പറഞ്ഞല്ലോ, ഈ ഡിസംബർ മാസം 22-ാം തീയതി ഞങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്തു. ഫെബ്രുവരി മാസം ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസം 6-ാം തീയതി ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഒരിക്കലും നടക്കുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വഴി, ആ പ്രാർത്ഥന വഴി, മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ച ഒരിക്കലും മറക്കാനാവാത്ത വലിയൊരു അനുഗ്രഹമായിട്ട് തീർച്ചയായിട്ടും ഞാനതിനെ കാണുന്നു. ഒപ്പം തന്നെ സാമ്പത്തികമായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ കൂടിയാണ് കടന്നുപോയത്. ഒരിക്കൽ ഉടമ്പടി എടുത്ത് കാശ് രൂപം എൻ്റെ പേഴ്സിൽ വെച്ചതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. 10 രൂപയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട സമയങ്ങളുണ്ട്. എനിക്കത് വേദിയിൽ പറയുന്നതിന് ഒരു മടിയുമില്ല. ഞാൻ പലരോടും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും സാമ്പത്തികമായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ഞാൻ പോയിട്ടില്ല. മൂന്നാമത് സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തൊക്കെ നിങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ? എനിക്ക് പറയാനറിയില്ല. എന്ത് അസുഖങ്ങൾ വന്നാലും ഉടമ്പടി തൈലം ഒന്ന് പുരട്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന് സൗഖ്യമുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ, വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പരിശുദ്ധമായ ആലയത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ലഭിച്ച അവസരങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിനായിട്ട് ഹൃദയം നിറഞ്ഞ നന്ദി, ഒരുപാട് നന്ദി അറിയിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.